ചമ്മന്തി ഉണ്ടാക്കുക. അപ്പോൾ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഇതാ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് ചുട്ടെടുക്കുന്നുണ്ട്. ചുട്ടെടുക്കണമെന്ന് പറയാം, അല്ലാണ്ട് ഇപ്പോൾ അടുപ്പും കനലൊന്നും ഇല്ലല്ലോ. അടുപ്പിൽ നല്ല അടുപ്പിലുള്ള കനലിലാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. അതിപ്പോൾ ഇല്ല, ഇപ്പോൾ ഇത് ഗ്യാസിൻ്റെ മേലെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് മാത്രം. ഇതൊന്ന് ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും അതേ രൂപത്തിൽ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ തേങ്ങ ഞാൻ ചെറിയ പൂള് കഷ്ണങ്ങൾ ഇങ്ങനെ ആക്കിയതാണ്. അതും ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതെല്ലാം തേങ്ങയും വറ്റൽമുളകും ചെറിയ ഉള്ളിയും ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉണക്കച്ചെമ്മീനാണ്. അതൊന്ന് പിന്നെ എണ്ണയിലൊന്ന് വറുത്തെടുക്കുക. ഇനി ഈ ചുട്ടെടുത്ത സാധനങ്ങൾ വറ്റൽമുളക്, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ തേങ്ങ ചുട്ടെടുത്തത്, കറിവേപ്പില, ലേശം പുളി, അതുപോലെ തന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ വറുത്ത് കോരിയത്, ഇതെല്ലാം കൂടിയിട്ട് അമ്മിക്കല്ലിലിട്ടിട്ട് ഇത് അരച്ചെടുക്കണം. പിന്നെ ഉപ്പും വേണം കേട്ടോ. ഉപ്പ്. ഇതിങ്ങനെ അരച്ചെടുക്കുമ്പോഴുള്ള ഒരു മണം ഒന്നും പറയണ്ട. അരച്ചെടുത്തവർക്ക് അറിയാം അതിൻ്റെ മണം എന്താണെന്ന്. അങ്ങനെ ചമ്മന്തി എല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ വെളിച്ചെണ്ണയിലൊന്ന് കുഴച്ച് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ എടുക്കുക. ദേശം ടേസ്റ്റൊക്കെ ഉണ്ട്. എന്താ പറയണ്ടത്? ഒന്നും പറയാനില്ല. എന്നിട്ടിതാ ഇങ്ങനെ വെച്ച് ഇനി അടുത്തത് വരുന്നത്. ഇനി കുറച്ച് ചോറ് എടുക്കുക, ഇതിലും ഇടുക. എന്നിട്ട് എല്ലാം കൂടി കുഴക്കുക. ഇതുപോലെ അങ്ങോട്ട് കുഴക്കുക. ചോറ് പോരാന്ന് തോന്നുന്നു. ചോറ് പോരാ, അത്രക്കും മണുണ്ട്. എന്നിട്ട് ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ഒന്ന് കൂട്ടി കുഴച്ചിട്ട്
ഓ ഇങ്ങനെ കഴിക്കാം. എന്താ പറയണ്ടത്, ഒന്നും പറയണ്ട. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കന്നെ വേണം. അപ്പോഴാ അതിൻ്റെ ഇതറിയുള്ളൂ. ചോറ് പോരാ, കുറച്ച് ചോറ് എടുത്തുള്ളൂ, അതൊക്കെ ബുദ്ധിമുട്ടിയത്. പറയണ്ട ഒന്നും പറയണ്ട.